إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم. ബഹുമാനികളായ സത്യവിശ്വാസികളെ സർവ്വലോകങ്ങളുടെയും സ്രഷ്ടാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം തഖ്വ മുൻനിർത്തിക്കൊണ്ട് അനുസരിക്കണമെന്നും വഴിപ്പെടണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശിഷ്ട ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യവും നാഥൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ സത്യവിശ്വാസികൾ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. പക്ഷേ എന്താണ് ഇസ്ലാം എന്ന് പലർക്കും അറിയില്ല. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ എല്ലാ അനുയായികളും ഇസ്ലാമിന് പറയാവുന്നൊരു ഭാഷാർത്ഥം പറയും. അതിൻ്റെ അർത്ഥം സമർപ്പിക്കുക, അനുസരിക്കുക, കീഴൊതുങ്ങുക എന്നൊക്കെയാണല്ലോ. അത് കേവലം അതിന് പറയാവുന്ന ഒറ്റ വാക്കിലൊരർത്ഥം മാത്രമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു നിവേദനം നമുക്കൊക്കെ പരിചയമുള്ളതാണ്. കുറച്ചുകൂടെ ഇസ്ലാമിന് വ്യക്തമാക്കുന്ന തിരുവചനാണത്. മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇങ്ങനെയാണ്: അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാഹ വ തുഅതി സകാ വ തസൂമ റമളാന വ തഹജ്ജൽ ബൈത ഇൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഇസ്ലാം എന്നാൽ അത് അല്ലാഹു ഏകനാണെന്ന്, അല്ലാഹു അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലാണ്, ദൂതനാണ് എന്ന് നീ സാക്ഷ്യം വഹിക്കലാണ്. പിന്നെ നിസ്കാരം നിലനിർത്തുക, സകാത്ത് നൽകുക, നോമ്പെടുക്കുക, കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എന്നതിൻ്റെ പറയുന്ന ഡെഫിനിഷൻ. ഈ ഹദീസിൽ തന്നെ ഈമാൻ എന്താന്നുള്ള ചോദ്യത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്. എങ്കിലും ഇസ്ലാമും ഈമാനും ഒക്കെ പലപ്പോഴും പരസ്പര പൂരകമായി വർത്തിക്കുന്ന പദങ്ങളാണ്. അതിൻ്റെതായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അതുണ്ട്. പക്ഷേ എങ്കിലും ഇത് പരസ്പരം പൂരകമാണ്. ഇസ്ലാമിനെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഈമാനും വരാം. ഈമാൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇസ്ലാം, ഇത് രണ്ടും ഒന്നിച്ചു പോയാൽ മാത്രമേ ശരിയാവുള്ളൂ.
ഏതെങ്കിലും ഒന്ന് മാത്രം കൊണ്ടുപോകാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഇസ്ലാം എന്നുള്ളത് ചെയ്യാനുള്ളതാണ്, ഈമാൻ എന്നുള്ളത് മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാം കാര്യമൊന്നുമാണല്ലോ. അതായത് കേവലം ദൈവത്തിനുള്ള അർച്ചന, ആരാധനയുമായി ബന്ധപ്പെട്ടതായിട്ടാണ് ഇസ്ലാമിനെയും ഈമാനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. കേവലാരാധന എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ആളുകൾ അമ്പലത്തിൽ പോയി ചെയ്യുന്നതും ചർച്ചിൻ്റെ ആളുകൾ ചർച്ചിൽ പോയി ചെയ്യുന്നതുമായ ചില ആരാധന അനുഷ്ഠാനങ്ങൾ, ഇങ്ങനെ ഒരു സാധനമായിട്ടാണ് നമ്മൾ ഇസ്ലാമിനെ ഈമാനെ മനസ്സിലാക്കിയിട്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ ആണോ എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? കാരണം ഇസ്ലാം സമ്പൂർണ്ണമാണ്, സമഗ്രമാണ്, ലോകത്തിലെ സകല ജനതയ്ക്കും വേണ്ടുന്ന വഴികാട്ടാൻ വേണ്ടി വന്ന മാർഗദർശന ഗ്രന്ഥമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സകല പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവണമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് നമുക്കൊക്കെ ചിരപരിചിതമായ ഹദീസാണ്. അൽ ഈമാനു ബിദ്ഉൻ വസബൂന ശുഅബ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് 70-ലേറെ വിഭാഗങ്ങളുണ്ട്. ശുഅബ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന്റെ ശിഖരത്തിന് പറയാം ശോഭ എന്ന, മരത്തിന്റെ ശാഖയ്ക്ക് കൊമ്പിന് പറയുന്ന പേര് ശോഭ എന്നാണ്. വേറെ പല അർത്ഥമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംവിധാനത്തെ, ദീനിനെ റസൂൽ ഒരു മരവുമായി താരതമ്യം ചെയ്യാണ്. ഇതിനകത്ത് കുറേ ശിഖരങ്ങളുണ്ട്. 70-ലേറെ ശിഖരങ്ങളുള്ള ഒരു മരം സങ്കല്പിക്കുക. അതിലെ ഒരു ശിഖരം, അത് ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ശിഖരത്തിലെ ഏറ്റവും പ്രധാന തായ്തടിയായി വർത്തിക്കാവുന്ന, അല്ലെങ്കിൽ പ്രധാനമായി ആ ഒരു മരത്തിന്റെ ഭംഗി നിലനിർത്തുന്ന ഒരു പ്രധാന ശാഖയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വൃക്ഷമില്ല. വഅദ്നാഹ, ആ വൃക്ഷത്തിന്റെ, ആ ശാഖയുടെ ഏറ്റവും താഴെ ഉള്ള ശാഖ, മരത്തിന്റെ ഏറ്റവും അടിയിൽ കുട്ടികൾക്ക് ഇങ്ങനെ എത്തിപ്പിടിച്ച് കയറാവുന്ന ഊഞ്ഞാല് കെട്ടാൻ പാകത്തിലുള്ള ആ ശാഖയുണ്ടല്ലോ, അതിനാഹ, അതിന് താഴത്തത്, അത് ഇമാതത്തുൽ അദാ അനിത് തരീഖ്, വഴിയിൽ നിന്നും ഉപദ്രവം, തടസ്സം നീക്കുക, മാർഗതടസ്സം നീക്കുക, വഴി ശുദ്ധീകരിക്കുക, ആളുകൾക്ക് സ്വസ്ഥമായി നടന്നു പോകാൻ പറ്റുന്ന പാകത്തിൽ വഴി ആക്കി തീർക്കുക. നോക്കൂ, ആദ്യത്തേത് ആദർശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ 70 ശാഖ പറഞ്ഞിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും താഴത്തും പറഞ്ഞു. അതിൽ ആദ്യം നബി പറഞ്ഞത് ആദർശമാണ്. രണ്ടാമത് റസൂൽ അങ്ങാടിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങാടി പറഞ്ഞ നിരത്ത്, നമ്മുടെ റോഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഒരു സത്യവിശ്വാസി നിലപാടുള്ളവനായിരിക്കണം, ജനോപകാരപ്രദമായ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവനായിരിക്കണം വിശ്വാസി. അതില്ലാതെ നിങ്ങൾ ഇസ്ലാം പൂർണ്ണമാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാം ഏതുപോലെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോതി ഒരുക്കിയ മരത്തെ പോലെ ഉണ്ടാവുള്ളൂ. ശില്ലകൾ മുറിച്ചിട്ട് ചിലപ്പോൾ മരത്തിന്റെ താഴ്ത്തടി മാത്രമായി നിർത്താറില്ലേ, അതിനൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അതിൽ കിളികൾക്ക് കൂട് കെട്ടാൻ കഴിയില്ല. ആ മരം നമുക്ക് തണലേക്കില്ല. അപ്പൊ ഇസ്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാം ഉണ്ട്. അതെവിടെ? നിങ്ങളുടെ പള്ളിന്റെ ഉള്ളിലുണ്ട് ആ ഇസ്ലാം. നിസ്കരിക്കാൻ പറ്റും, മാത്രം പുറത്തത് കാണാനില്ല. അപ്പൊ ഇസ്ലാം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈമാൻ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, ഇമാതത്തുൽ അദാ, വഴിയിൽ നിന്ന് മാർഗതടസ്സം നീക്കലും കൂടിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ. അതായത് ഈമാനിന്റെ, മുഅ്മിനിന്റെ ഈമാൻ പ്രകടമാകേണ്ടുന്ന കുറേ ഇടങ്ങൾ ലോകത്ത് വേറെ ഉണ്ടെന്നർത്ഥം. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മുസല്ലയിൽ മാത്രമല്ല നമ്മളുടെ ഈമാൻ ഇസ്ലാമും പ്രകടമാകേണ്ടത്. അത് അവിടെ നിന്നും വിട്ട് ലോകം മുഴുക്കെ നമ്മൾ എവിടെയൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നോ അവിടെയൊക്കെ അത് വരണം. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ദേശീയ പഞ്ചായത്ത് രാജ് ദിനാണ്. സാന്ദർഭികമായിട്ട് ഓർമ്മിച്ച് മാത്രമേ ഉള്ളൂ. വികസനം നടത്താൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ ഈ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളൊക്കെ. അത് താഴെ തട്ടിൽ ആലോചിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം ഉണ്ടാക്കിയതാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീന ഒരു നഗരരാഷ്ട്രമായിരുന്നു. നഗരരാഷ്ട്രം പറഞ്ഞ സിറ്റി സ്റ്റേറ്റ്, ഒരു രാഷ്ട്രം, അതായത് ഒരു ടൗൺ, ഒരു രാജ്യമായി നിൽക്കുന്ന സംവിധാനത്തിനാണ് നഗരരാഷ്ട്രം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും അങ്ങനത്തെ രാജ്യങ്ങൾ ലോകത്തുണ്ട്. വത്തിക്കാൻ അങ്ങനത്തെ ഒരു രാഷ്ട്രമാണ്. ഒരു സിറ്റിയേ ഉള്ളൂ. പഴയ റോമും കാത്തലോണും ഒക്കെ പഴയ നഗരരാഷ്ട്രങ്ങളായിരുന്നു. പിന്നെ അത് വലിയ സാമ്രാജ്യമായിട്ട് വികസിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മദീന എത്ര ഉണ്ടായിരുന്നുള്ളൂ? മദീന അന്നത്തെ ഒരു കോർപ്പറേഷൻ, അല്ല അന്നത്തെ ഒരു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇത്ര പറയാനുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ പഞ്ചായത്തുകൾ, നമ്മുടെ ലോക്കൽ ബോഡി സംവിധാനങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ശ്രദ്ധ കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട്.
ഇത് രണ്ടും തമ്മിലും താരതമ്യം ചെയ്താൽ നമുക്ക് രണ്ടിന്റെ പാരസ്പര്യം മനസ്സിലാവും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമും ഈമാനും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞ പള്ളിയിൽ വന്ന് നിസ്കരിക്കലും റമദാൻ മാസത്തിൽ നോമ്പെടുക്കലും ഹജ്ജും സക്കാത്തും കൊടുക്കലും മാത്രമല്ല ഇസ്ലാം ഈമാനും. അത് അതിനപ്പുറത്തേക്ക് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മനുഷ്യന്റെ മാനുഷികമായ കാര്യങ്ങളിൽ ഇടപെടുന്ന, ചുരുക്കി പറഞ്ഞ രാഷ്ട്രീയ അതിന്റെ ഭാഗാനർത്ഥം. ഭരണം ഇസ്ലാമിന് ഇത് ഒഴിച്ചിട്ട് ഇസ്ലാമിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭരണ സംബന്ധമായ പല ഉത്തരവുകളും, റസൂൽ ഭരണാധികാരി ആയിരുന്നല്ലോ. ഈ നേരത്തെ പറഞ്ഞ മദീന കോർപ്പറേഷനിലെ മേയർ ആയിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. താഴെത്തട്ടിൽ എന്ന് പറയാനാണെങ്കിലാണ് അത് രാഷ്ട്രമായിരുന്നു. അത് മറന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ കുറെ ഭരണ സംബന്ധമായ കുറെ ഉത്തരവുകളുണ്ട്, നിർദ്ദേശങ്ങൾ. ഈ ഉത്തരവുകളെ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഒരു ഇബാദത്ത് എന്ന തലത്തിൽ നിന്നിട്ടാണ്. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. റസൂൽ ഭരണ സംബന്ധമായി നടപ്പിലാക്കിയ ഉത്തരവുകൾ നമ്മൾ മനസ്സിലാക്കിയത് ആരാധനാ സംബന്ധമായി ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ്. അതിൻ്റെ ഒരു തലമുണ്ട്, അത് ഒഴിവാക്കുന്നില്ല ഞാൻ. പക്ഷേ യഥാർത്ഥത്തിൽ അത് പച്ച രാഷ്ട്രീയമാണ്. ഭരണനിർവഹണത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറച്ച് ഉത്തരവുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കൂ, ഇപ്പോൾ നിസ്കരിക്കാൻ പള്ളിയിൽ കയറി നമ്മളൊക്കെ ഒന്നു കൊടുത്തിട്ടാണ് വന്നത്. വെള്ളിയാഴ്ച അതുകൊണ്ട് കുളിച്ചിട്ടാണ് വന്നത്. കുളിക്കാത്ത ഒന്നു കൊടുക്കാത്ത ആരും ഇവിടെ ഇല്ല. ഇന്ന് വെള്ളിയാഴ്ച പള്ളികളിൽ കൂടിയിരിക്കുന്ന 99% ആൾക്കാരും ഒന്നു മാത്രമല്ല കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. ശുചിത്വവും മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇസ്ലാമിന്റെ ഹദീസുകൾ നമുക്കറിയാമല്ലോ. ഇത് ശുചിത്വവുമായി ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എത്ര ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എണ്ണം പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എണ്ണിക്കണക്കാക്കാൻ പറ്റില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ചില ഹദീസുകളുണ്ടല്ലോ, അത് 12 ഉണ്ട്, 24 ഉണ്ട്, 52 ഉണ്ട് എന്ന് പറയുന്ന പോലെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് തഹാറത്തുമായി ബന്ധപ്പെട്ട് എത്ര ഹദീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പ്രയാസം. ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും കിതാബു തഹാറ എന്നൊരു അധ്യായമുണ്ട്. അങ്ങനത്തെ ഒരു അധ്യായം ഇല്ലാത്ത ഒരു ഹദീസ്, അതൊരു വലിയ അധ്യായമാണ്. തഹാറത്ത്, ശുദ്ധീകരണത്തിന്റെ പാഠം, ശുദ്ധീകരണത്തിന്റെ അധ്യായം അതിൽ. ആ ഭാഗത്ത് 100 കണക്കിന് ഹദീസുകളുണ്ട്, 100 കണക്കിന്. അതിൽ ശുചിത്വവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഉളുവുമായി ബന്ധപ്പെട്ട, ഉളു ശുചിത്വമാണ്, ചെറിയ ശുദ്ധി എന്നാണ് ഉളു എന്ന് പറയാം. നിസ്കരിക്കുന്ന സ്ഥലത്തിന്റെയും വസ്ത്രത്തിന്റെയും വൃത്തിയെ കുറിച്ചിട്ട് പറയുന്ന ഹദീസുകളുണ്ട്. വ്യക്തി ശുചിത്വത്തെ, പേഴ്സണൽ ഹൈജീൻ, ഇതിനെ പ്രതിപാദിക്കുന്ന ഹദീസ്. ഇപ്പം നഖം മുറിക്കൽ, വെള്ളിയാഴ്ച നഖം മുറിക്കാൻ വേണ്ടി നമ്മളല്ലേ വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ചക്ക് വേണ്ടുന്ന തടിയും മുടി നാടും നഖമൊക്കെ എല്ലാം ഒതുക്കി അല്ലേ, അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. ബാർബർ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ തിരക്ക് കൂടുന്ന ദിവസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെയാണ്. അപ്പം അത് ഹദീസിൽ പരാമർശിച്ചുകൊണ്ടാണ് വെള്ളിയാഴ്ചന്റെ വൃത്തിയുടെ ഭാഗമായിട്ട് മുടി മുറിച്ചിട്ട് നഖം മുറിച്ചിട്ട് വരിക, കുളിയുണ്ട്. ഇതില് നമ്മൾ നോക്കുമ്പോൾ ഈ കിതാബു തഹാറയിൽ ശുചീകരണത്തിന്റെ അധ്യായത്തിൽ പറയുന്ന ഹദീസുകൾ ഇത് മാത്രമല്ല, അതാ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ ആരാധനാ സംബന്ധമായ ശുചിത്വത്തെ മാത്രം പരാമർശിക്കുന്ന ഹദീസുകളല്ല അതിലുള്ളത്. പരിസര സംരക്ഷണവുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റ് ഹൈജീൻ, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകളുടെ ബാബിലുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും നമ്മളുമായിട്ട് നേർക്കുനേരെ ബന്ധപ്പെടുന്നില്ല എന്ന് വിചാരിക്കുന്ന ഹദീസുകളാണിത്. ഇപ്പൊ പൊതുസ്ഥലങ്ങളിൽ ഒരു വിശ്വാസി പാലിക്കേണ്ടുന്ന അവന്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം, പാർക്കുകളിൽ അവൻ എങ്ങനെയാണ്, പാർക്കുകളിലും വഴികളിലും ജലാശയങ്ങളിലും ഇതൊക്കെ മലിനമാക്കരുത് എന്ന് റസൂൽ കൃത്യമായി പറയുന്നില്ലേ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ശാപകാരണമായി ഒരു സംഭവത്തെ സഹാബത്തിനോട് പറയുന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്ത ഹദീസ് അബൂ ഹുറൈറയുടെ റിവായത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്തഖുൽ ലഅനൈനി, ശാപകാരണമായ 2 കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ അതിൻ്റെ പേരിൽ ശപിക്കപ്പെടും, ആൾക്കാർ നിങ്ങളെ ശപിക്കും. അങ്ങനത്തെ 2 കാര്യങ്ങളുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ സഹാബത്ത് റസൂലിനോട് ചോദിക്കുന്നു, ഖാലു വമൽ ലഅനാനി യാ റസൂലല്ലാഹ്, റസൂലേ എന്താണ് ആ 2 ശാപകാരണങ്ങൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതഖല്ല ഫീ ത്വരീഖിൻ നാസി യൗദിഹിം, ആളുകൾ തണൽ കൊള്ളുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ പാർക്കുകൾ ഉണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ വഴിയരികിലൊക്കെ ആളുകൾ ഇങ്ങനെ ഒരു സംഗതി ഇട്ടിട്ടിരിക്കുന്ന മരത്തണലുകളിലും വഴിയരികിലും വെളിക്കിറങ്ങുന്നവൻ, അത് കക്കൂസായി ഉപയോഗിക്കുന്നവനാണ് ശാപം കിട്ടുന്നവൻ. ഇത് നമ്മുടെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ലോ. അത് പള്ളിയുമായി ബന്ധപ്പെട്ട്, പള്ളിയിലേക്ക് വരുന്ന ബന്ധപ്പെട്ട കാര്യമല്ല. പൊതു സംവിധാനത്തെ കുറിച്ച് ആളുകൾ എന്താ പറയാ, ആളുകൾ അവരുടെ കാറ്റുകൊള്ളാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് റസൂല് പറയുന്നെങ്കിൽ നേർക്ക് നേരെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പബ്ലിക് പ്ലേസുകൾ ശുദ്ധമാക്കണം വിശ്വാസി, നമ്മളായിട്ട് വൃത്തികേടാക്കല്.
നമ്മളിങ്ങനെ നമ്മളുടെ കയ്യിലുള്ള വേസ്റ്റുകളൊക്കെ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുന്ന കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ആരാന്റെ ഇടത്തും ആരാന്റെ തൊടിയിലും റോഡ് വക്കിലും നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയയിലെ റോഡുകളിലൂടെ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? മൂക്ക് പൊത്താതെ നമുക്ക് വാഹനം ഓടിച്ചു പോകാൻ കഴിയില്ല. വഴിനീള ചാക്കുകളാണ്, മാലിന്യ ചാക്കുകൾ. അത് ആരുടേതല്ലേ? സർക്കാരിൻ്റെ അല്ലേ? അവിടെ കിടക്കട്ടെ. നമ്മൾ ശപിക്കാറില്ലേ? ദവം കൊണ്ടിട്ടിട്ട് പോയി നാറുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അതന്നെ നബി പറഞ്ഞത്. ഇത് ശാപം കിട്ടാൻ നിങ്ങൾക്ക് ആളുകളുടെ ആ ശാപം നിങ്ങൾക്ക് എത്തും. നിങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് നിങ്ങൾ പബ്ലിക് പ്ലേസിൽ തള്ളുന്നെങ്കിൽ ആലോചിച്ചോളൂ, ആരെങ്കിലും അതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിച്ച് ഒരു ശാപവാക്ക് വന്നാൽ ആ ശാപവാക്ക് നമ്മുടെ തലയിൽ ഇടുത്തി പോലെ വന്ന് വീഴും. റസൂലിന്റെ വാക്കാണ്, ഞാൻ പറഞ്ഞതല്ല. അതാ ഇത്തഖുല്ല ഇനൈൻ, നിങ്ങൾ ഈ രണ്ട് ശാപകാരമായ രണ്ട് സംഗതികൾ സൂക്ഷിക്കണേ എന്ന് നബി പറഞ്ഞു. ഇങ്ങനെ ആരെങ്കിലും മലീമസമാക്കിയാലോ അവരോടും റസൂൽ പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും പബ്ലിക് പ്ലേസുകൾ വൃത്തികേടാക്കുകയാണെങ്കിൽ അതിനെ മറ്റൊരാൾ പോയി ശുദ്ധീകരിക്കുന്നത്. നമ്മൾ ഈ മാലിന്യ കൂമ്പാരങ്ങളൊക്കെ നമ്മുടെ സന്നദ്ധ സംഘടനകളൊക്കെ കിടക്കുന്നുണ്ടല്ലോ, പബ്ലിക് സ്ഥലത്തുകളെ തോട് വൃത്തിയാക്കുക, ആറ് വൃത്തിയാക്കുക, അപ്പുറത്ത് പബ്ലിക് ഹോസ്പിറ്റലിന്റെ ബാക്ക് ഭാഗം ശുദ്ധീകരിക്കുക. ഇതൊക്കെ നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ല ആൾക്കാർ. ഇതൊക്കെ ആണെങ്കിൽ പുലിവരക്കാർ പഞ്ചായത്ത് അവരുടെ തൊഴിൽ സംവിധാനങ്ങളൊക്കെ വെച്ച് ചെയ്തോളൂ അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പറയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിയോ? അത് നിങ്ങൾക്ക് സദഖയാണ്, അത് നിങ്ങൾക്ക് സദഖയാണ്. നിങ്ങൾ പബ്ലിക് പ്ലേസുകൾ ശുചീകരിക്കുന്നത് നിങ്ങൾക്ക് സദഖയാണ്. അല്പൊരു ദീർഘമായൊരു ഹദീസ് ഉണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന. റസൂൽ ഒരിക്കൽ പറഞ്ഞു, കുല്ലു സുലാമ മിനന്നാസി അലൈഹി സദഖ. മനുഷ്യന് അള്ളാഹു കുറെ സന്ധികൾ അവന്റെ ശരീരത്തിൽ, ഈ ഓരോ സന്ധികൾക്കും സദഖ ചെയ്യണതാണ്. എൻ്റെ ഈ വിരലിന് 3 ഭാഗങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഓരോ സന്ധിക്കും ഞാൻ അള്ളാഹ്ക്ക് എൻ്റെ പേര് സദഖ ചെയ്തുകൊണ്ടിരിക്കണം. കുല്ലു യൗമിൻ തത്ലു അലൈഹി ശംസ്. എല്ലാ ദിവസവും നമ്മളുടെ ശരീരത്തിൽ എത്ര സന്ധികളുണ്ടോ ആ സന്ധികൾക്ക് പകരമായി നമ്മൾ സദഖ നിർവഹിച്ചു കൊണ്ടിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാണ്. എന്നിട്ട് നബി എന്താണ് ഈ സദഖ? സദഖ എന്ന് പറഞ്ഞാൽ പോക്കറ്റിരിക്കുന്ന പൈസ എടുത്തു കൊടുക്കൽ മാത്രമല്ല സദഖ. റസൂൽ ഈ സദഖയായി വരാൻ സാധ്യതയുള്ള കുറെ സംഗതികൾ ഇങ്ങനെ എണ്ണി പറയാണ്. ഒന്ന്, തഅദിലു ബൈനൽ ഇസ്നൈൻ. 2 ആളുകൾക്കിടയിൽ നിങ്ങൾ നീതിയോടെ വർത്തിക്കുന്നത് സദഖയാണ്. നിങ്ങൾ ഒരാളെ സഹായിക്കുക എന്നുള്ളത് സദഖയാണ്. നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ ഒരാൾക്കും കൂടെ ലിഫ്റ്റ് കൊടുക്കുന്നത് സദഖയാണ്. നിങ്ങൾ ഒരാളുടെ ഭാരം ഏറ്റുവാങ്ങി അയാളെ സഹായിക്കുന്നത് സദഖയാണ്. റസൂൽ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. ലാസ്റ്റ് ഇങ്ങനെ കാണാം, അതിൽ തുമീത്തുൽ അദാ അനി ത്വരീഖി സദഖ. വഴിയരികിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് സദഖയാണ്. നോക്കൂ, മറ്റാരോ കൊണ്ടിട്ട് വൃത്തികേടാക്കിയ പൊതുനിരത്തുകൾ ശുദ്ധീകരിക്കാൻ വേണ്ടി വേറൊരു വിശ്വാസി ഇറങ്ങിത്തിരിക്കുന്നത് അവന് സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വേറൊരു ഹദീസ് ഉണ്ട്, മാമിൻ മുസ്ലിമിൻ യഹ്രിസു ഖർസൻ. ആരെങ്കിലും ഒരു വൃക്ഷത്തൈ നട്ടു, ഔ യസ്റഉ സർഅൻ, എന്തെങ്കിലും ഒരു കൃഷി അയാൾ നട്ടു, ഫയകുലു മിൻഹു തൈറുൻ വലാ ഇൻസാനുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ആ മരത്തിൽ നിന്നും ഒരു കായ്കനി ഉണ്ടായി ഏതെങ്കിലും പക്ഷിയോ മനുഷ്യനോ അതിൽ നിന്നും തിന്നാൽ അതവൻ സദഖയാണ്. ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. പക്ഷെ ഈ ഹദീസ് ശരിക്കും നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ നട്ട ചാമ്പയെയോ അല്ലെങ്കിൽ ചക്കയോ കുറിച്ചിട്ടാണോ? എൻ്റെ അഭിപ്രായത്തിലല്ല. എന്തുകൊണ്ട്? റസൂലിന്റെ വാക്കിന്റെ പ്രയോഗമുണ്ട്, ഏതെങ്കിലും പക്ഷി ഏതോ ഒരു പ്ലാവിൽ നിന്നും ചക്ക തിന്നുന്നത് പോലെ ഏതൊരാൾക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്നൊരു വൃക്ഷമായിരിക്കണം അത്. അത് നമ്മുടെ പറമ്പിന്റെ ഉള്ളിലെ ചെടിയായിരിക്കില്ല. പിന്നെ എവിടെയായിരിക്കും? അത് പബ്ലിക് പ്ലേസിൽ നട്ടായിരിക്കണം. അത് ഹദീസ് അങ്ങനെ ഉണ്ടല്ലോ, വലാ ഇൻസാൻ, ഏതോ ഒരാൾക്കും പറിക്കാവുന്നതായിരിക്കണം, ഏതോ ഒരാൾക്കും പറിക്കാൻ പറ്റുന്നത്. പാരിസ്ഥിതികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ശ്രദ്ധ പറഞ്ഞത്? ഇത് ഭരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി മാത്രം റസൂൽ പറഞ്ഞല്ല. പബ്ലിക് പ്ലേസുകൾ ഈ പറഞ്ഞ കോലത്തിൽ ആർക്കും പറിച്ചു തിന്നാവുന്ന ഫലവൃക്ഷങ്ങളടക്കം നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവണം. നിങ്ങൾക്കത് സദഖയായി ഗണിക്കപ്പെടും, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് പോലത്തെ കുറച്ചുകൂടെ ദീർഘമായ വേറൊരു ഹദീസ്, കുറേ ഹദീസ് വിശദീകരിക്കല്ല, ഇതിങ്ങനെ പറഞ്ഞു പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ മറ്റൊരു ഹദീസിൽ പറയാണ്, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും മനുഷ്യൻ സദഖ ചെയ്യണം. അപ്പോഴത്തേക്കും അബൂദർ റളിയല്ലാഹു തആല പറഞ്ഞു, റസൂലേ, അങ്ങനെ സദഖ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ലല്ലോ, എല്ലാ ദിവസവും ഇങ്ങനെ സദഖ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ എവിടെയാ റസൂലേ പണം എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറയാണ്, തക്ബീർ പറയാൻ നിനക്ക് കഴിയില്ലേ? അല്ലാഹു അക്ബർ, അത് സദഖയാണ്. സുബ്ഹാനല്ലാഹ് പറയാൻ കഴിയില്ലേ?
അത് സദക്കയാണ്. അൽഹംദുലില്ലാ പറയുക എന്നുള്ളതും അസ്തഗ്ഫിറുല്ലാഹ് പറയുക എന്നുള്ളതും ആളുകളോട് നല്ലത് കൽപ്പിക്കലും ചീത്തയായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് വിലക്കലും അത് സദക്കയാണ്. ഇനി അവസാന റസൂൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ, ആളുകൾ നടന്നു പോകുന്ന വഴിക്ക് മുള്ളുകൾ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. മുള്ളുകൾ, വൽ അളം എല്ലും കഷ്ണങ്ങൾ, വൽ ഹജർ കല്ലുകൾ. പൊട്ടിപ്പൊളിഞ്ഞ റോഡിനെ കുറിച്ചാണ് റസൂൽ പറയുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, ആളുകൾ നടന്നു പോകുന്ന തകർന്നു കിടക്കുന്ന റോഡുകൾ, അത്തരം റോഡുകളിൽ നിന്നും ആ തടസ്സം നീക്കി. അപ്പൊ അത് ടാർ ചെയ്യാനുള്ള പൈസ നമ്മൾ കൊടുത്തു, അല്ലെ അതിന് പോയി നമ്മളൊന്ന് കൂടി ആ റോഡൊന്ന് തൂക്കാൻ നമ്മൾ, അല്ലെ അങ്ങനെ നമ്മുടെ അടുത്ത് ഒരു പാവം കാക്കയുണ്ട് അല്ലേ, റോഡ് വൃത്തിയാക്കുന്നത്. എത്ര പ്രതിഫലം ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇയാൾക്ക് വരെ പണിയില്ലെന്ന് ആലോചിക്കും. അയാൾ ആ വാരി കൂട്ടുന്ന എത്ര സദക്കാന്ന് ആലോചിച്ച് കൂട്ടി. അപ്പൊ നബി പറയാണ് വഴി ആളുകൾക്ക് നടന്നു പോകാൻ പാകത്തിലാക്കി കൊടുക്കുക എന്നുള്ളത്. കണ്ണ് കാണാത്ത ഒരാൾക്ക് നിങ്ങൾ ഈ വഴി കാണിച്ചു കൊടുക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് സദക്കയാണ്. ഈ ഹദീസ് വെച്ചിട്ട് നിങ്ങൾ ആലോചിക്കും, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും അതിന്റെ മെയിൻ്റനൻസിനും വേറെ തെളിവിന് വേണോ? കാണാൻ പറ്റാത്ത രാത്രി നമുക്കൊന്നും കണ്ണ് കാണില്ലല്ലോ, ഇരുട്ടായി കഴിയുമ്പോഴത്തേക്കും. അപ്പൊ റോഡിൽ വിളക്കുണ്ടാവണം, അത് സദക്കയാണെന്നാണ്. ഒരു ബൾബ് വാങ്ങിയിട്ട് കൊടുക്കല്, അല്ലെ പഞ്ചായത്തിൽ അതിന് വേണ്ടുന്ന ആപ്ലിക്കേഷൻ കൊടുക്കല്, മെമ്പറോട് ആ കാര്യം പറഞ്ഞ് പ്രേരിപ്പിക്കല്, ഇതൊക്കെ സദക്കയായി മാറുകയാണ്. ഞാനിതാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഹദീസാണ്. നമ്മൾ ഈ ഹദീസ് ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. ഇത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സാമൂഹികമായി അല്ലെങ്കിൽ വ്യക്തിപരമായി സ്പർശിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. വേറൊരു സംഗതിയുണ്ട്, നമ്മുടെ ഈ കുടിവെള്ള പദ്ധതികൾ കുറേ ഉണ്ട്. ഇത്തരം സംഗതി പഞ്ചായത്ത് രാജ് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഈ മാലിന്യ സംസ്കരണം പോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അതിന്റെ സംരക്ഷണം, നദി നീർത്തട സംരക്ഷണം, കിണറുകൾ കുഴിക്കല്, കുളങ്ങൾ കുഴിക്കല്, ഇതൊക്കെ ഒരു പ്രത്യേക മിനിസ്ട്രി തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ. അങ്ങനത്തെ ഒരു വകുപ്പ് തന്നെ ഉണ്ടല്ലോ, ജലവിഭവ വകുപ്പ് എന്നൊരു വകുപ്പ് തന്നെ പ്രത്യേകം ഉണ്ട്. ഒരിക്കൽ ഒരു സഹാബി റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു, ഇത് നസാഹി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത്, ഞാൻ പറയുന്ന ഹദീസൊക്കെ സഹിയാണ് കേട്ടോ. യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, ഇന്ന ഉമ്മി മാതത്, എന്റെ ഉമ്മ മരിച്ചുപോയി. നബീന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാം, റസൂലെ എന്റെ ഉമ്മ മരിച്ചുപോയി. നമ്മുടെ പല ആൾക്കാരൊക്കെ ഉമ്മമാര് മരിച്ചുപോയില്ലേ, അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകട്ടെ. ഈ സഹാബിന്റെ പ്രശ്നം, ഉമ്മ മരിച്ചുപോയി, റസൂലെ ഉമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും സദക്ക ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കബറിങ്ക പോയിട്ട് യാസീൻ ഓതാൻ നമുക്ക് വലിയ ആവേശമാണ്. യാസീൻ ഓത്താണോ വേണ്ടത്, അതല്ല മരിച്ചയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് റസൂൽ പഠിപ്പിക്കുകയാണ്. ഇത് ഇങ്ങനെ പറയുമ്പോൾ റസൂല് ഈ സഹാബി, റസൂലെ ഞാൻ ഉമ്മാക്ക് വേണ്ടി വല്ല സദക്ക ചെയ്തോട്ടെ. നബി പറഞ്ഞു, ചെയ്തോളൂ. എന്നാലേ റസൂലെ എന്ത് സദക്ക ഞാൻ ചെയ്യേണ്ടത്? ഏത് സദക്കയാണ് ഏറ്റവും നല്ല സദക്ക ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖയുൽ മാ, വെള്ളം കൊടുക്കുക എന്നല്ലാണ്. നിങ്ങൾ കിണർ കുഴിച്ചു കൊടുക്കും, വെള്ളം വിതരണത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കോളി, അതിന് വേണ്ടുന്ന പൊതു സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കും, സ്വന്തമായിട്ട് ചെയ്യും. അപ്പൊ വെള്ളമില്ലാത്ത ഒരാൾക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിൽ ധനികനായിരുന്ന ഒരു സഹാബിയാണ്, അള്ളാന്റെ റസൂലിന്റെ മരുമോനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഉസ്മാനോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. മദീനയിൽ റസൂലും സംഘവും വന്നപ്പോഴത്തേക്കും അവിടുത്തെ ആളുകൾ ഏറ്റവും പ്രയാസപ്പെട്ടിരുന്നത് വെള്ളമില്ലാത്ത, നമ്മൾ വേനൽക്കാലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളമില്ലാത്ത പ്രശ്നം. ഇപ്പോഴും അയൽപക്കക്കാരന് വെള്ളം കൊടുക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് മോട്ടർ വെച്ചുകൂട്ടേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പറ്റില്ല, മോട്ടർ വെക്കണ്ട, വേണമെങ്കിൽ 2 കലം കോരി എടുത്ത് കൊണ്ടുപോയിക്കോളൂ, അല്ലേ? ഞാനിത് പറയുന്നുണ്ട്, ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. ഈരാറ്റുപേട്ടയിൽ ഒരു കിണർ പോലും ഇല്ല, ഒരു മോട്ടർ ഉള്ളത്, ഒരു കിണർ പോലും ഇല്ല, ഒരു മോട്ടർ മാത്രമായിട്ടുള്ളത്. എല്ലാ കിണറ്റിലും 5, 10, 35, 40 മോട്ടറുകളുണ്ട്. ആർക്കും വെള്ളത്തിന് ക്ഷാമമില്ല. കാരണം ഇത് തരുന്നോ പടച്ചോനല്ലേ, നമ്മളല്ലല്ലോ ഉണ്ടാക്കുന്നത്. കിണറിന്റെ അടിയിൽ നിന്നും ഉറവ കൊണ്ടുവരുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ റസൂൽ ഇതാ പറഞ്ഞത്, വെള്ളം കൊടുക്കുക എന്നുള്ള വലിയ പുണ്യപ്രവൃത്തിയാണ്. മദീന റസൂൽ സഹാബത്തും വരുന്നു, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫറ റൂമ ഫലഹുൽ ജന്ന. ഈ റൂമ എന്ന് പറഞ്ഞൊരു കിണറുണ്ട്, ഒരു ജൂതന്റെ കയ്യിലുണ്ടാകുന്ന ഈ കിണർ ആരാണോ വാങ്ങി വിശ്വാസികൾക്ക് കൊടുക്കുന്നത്, കുഴിക്കുന്നത്, അവർക്ക് സ്വർഗമുണ്ട് അത്രേ. അവന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഫഹഫർതുഹ. അങ്ങനെ നബീന്റെ വാക്ക് കേട്ട ആ കിണർ കുഴിച്ച് ആരാന്നറിയാവോ?
ഞാൻ അങ്ങനെ സ്വർഗം മേടിച്ച ആളാണ്. ഹദീസ് ഇങ്ങനെ ധാരാളം കിടക്കുന്നുണ്ട്. ഏഴ് കാര്യങ്ങൾ നബി പറഞ്ഞു. 7 കാര്യങ്ങൾ ഒരാൾക്ക് മരണത്തിന് ശേഷം പോലും അതിന്റെ പ്രതിഫലം കിട്ടും. അയാളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഒന്ന് മൻ അല്ലമ ഇൽമൻ, ഒരാൾ അറിവ് പകർന്നു കൊടുക്കുക. ഔ ഖറാ നഹ്റൻ, ഒരാൾ പുഴ കീറുക, കനാൽ ഉണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ കനാൽ അധികം ആവശ്യമില്ലാത്തൊരു നാടാണ്. പക്ഷേ എങ്കിലും നമ്മുടെ സർക്കാർ പലയിടത്തും ഡാം കെട്ടിയിട്ട് ജലസേചന പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്. ജലവൈദ്യുത പദ്ധതിയും ജലസേചന പദ്ധതിയും സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അതിൽ ജലസേചന പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ? ഡാം ഉണ്ടാക്കുക, അതിന്റെ പല കനാലുകൾ ഇങ്ങനെ കീറിയിട്ട് ആളുകൾ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുക. ഈ പണി ഒരു വിശ്വാസിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണോ? അല്ലല്ലോ. അതിന് ഭരണ സംവിധാനം വേണ്ടേ? അതാ മൻ ഖറാ നഹറൻ, അങ്ങനെ പുഴയൊഴുക്കി കൊടുക്കുക. അല്ലെങ്കിൽ കിണറ് കുഴിക്കുക, അല്ലെങ്കിൽ ഒരു തൈ നടുക, ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കുക, ഔ വറസ മുസ്ഹഫൻ, ഒന്നും പറ്റില്ല ഒരു മുസഫ് പള്ളിയിലേക്ക് സദഖ കൊടുക്കുക, ഔ തറക്ക വലുതൻ യസ്തഗ്ഫിർ, ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഒരു സാലിഹായ സന്താനത്തെ വളർത്തിക്കൊണ്ടുവരിക. ഇതൊക്കെ ഒരാൾക്ക് ഖബറിലേക്ക് പോലും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് റസൂൽ നമ്മളോട്. ഇതിങ്ങനെ തുടർന്നു പോകേണ്ട വലിയൊരു ചാപ്റ്ററാണിത്. ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം എന്നത് നമ്മൾ ഓർത്തതുപോലെ പള്ളീന്റെ ഉള്ളിൽ വന്ന് 5 നേരം നിസ്കരിക്കാനും റമദാൻ മാസത്തിൽ നോമ്പെടുക്കാനും ഹജ്ജും അല്ലെങ്കിൽ സകാത്തും മാത്രം നിർവഹിക്കാനുള്ള സംഗതിയല്ല. അതതിന്റെ ഏറ്റവും അഫ്ളലായ ഭാഗമാണ്, അതിനെ നിരാകരിക്കുന്നേ ഇല്ല. പക്ഷെ അതിനോടൊപ്പം അതിന്റെ സമ്പൂർണത എന്നുള്ളത് ഈ ഒരു തലത്തിലേക്ക് അത് വളർന്നു നിൽക്കുമ്പോഴാണ്, അതൊരു പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് എത്തുമ്പോഴാണ്, അതൊരു രാഷ്ട്രമായി രൂപാന്തരപ്പെടുമ്പോഴത്തേക്കുമാണ് അങ്ങനെ ഇസ്ലാമിന്റെ മഹത്വവും നന്മയും എല്ലാ ആളുകളിലേക്കും എത്തിക്കാനായി പണിയെടുക്കുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിം ആവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാനും അങ്ങനെ പടച്ചവനെ കണ്ടുമുട്ടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും തഖ്വ ജീവിതത്തിൽ കൈമുതലായി കൊണ്ടു നടക്കണമെന്നും ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട ഒരു ഹദീസും കൂടി പറയുകയാണ്. നമ്മുടെയൊക്കെ വീട് നിർമ്മാണം, വീടാളുകൾ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എടുത്താൽ പൊങ്ങാത്ത ഭാരമാണല്ലോ വീടുകൾ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു ഭവന നിർമ്മാണ ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റസൂലിൻ്റെ മദീനയിൽ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ നിയമങ്ങളുണ്ട്. അതിലൊരു നിയമം ഇതാണ്: വലാ തസ്തതില്ലു അലൈഹി ബിൽ ബനാഇ തഅ്ജുബു അൻഹു റീഹ ഇല്ലാ ബിഇദ്നി. നിന്റെ അയൽവാസിക്ക് കാറ്റ് തടയപ്പെടുന്ന തരത്തിൽ നീ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല. അയൽവാസി, ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ 2 നില 3 നില അപ്പുറത്തേക്ക് ഇനി അംബാനിയുടെ ആൻഡില പോലെ നമ്മുടെ മോഹം അതാണല്ലോ. ഇഷ്ടികയ്ക്ക് വീട് കണ്ടാൻ കഴിയാത്തവൻ്റെ മോഹം ഫ്ലാറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വെക്കുമ്പോഴത്തെ ഇപ്പുറത്ത് വേറൊരു കൊച്ചു വീടുണ്ടാവും. ഞാനിത് കാറ്റ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവൻ്റെ അടുക്കൽ പടിഞ്ഞാറൻ കാറ്റ് വരാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ മുമ്പിൽ കൊണ്ടായി വലിയ കൊട്ടാരം ഉണ്ടാക്കി വെക്കുന്നെങ്കിൽ അവന് കാറ്റ് കിട്ടില്ല. ഈ വേനൽക്കാലത്ത് ഒരു ധൈര്യം കാറ്റില്ലാതാകുമ്പോഴുള്ള പ്രശ്നം നമ്മൾ അറിയുന്നില്ലേ അല്ലേ? അത് പ്രശ്നമാണ്. അങ്ങനെ വീടുണ്ടാക്കാൻ പാടില്ല, കാറ്റ് തടയുന്ന തരത്തിൽ വീടുണ്ടാക്കാൻ പാടില്ല. ആധുനികമായി എന്ന് പറഞ്ഞാലേ നമ്മളിങ്ങനെ AC വാങ്ങിക്കൂട്ടുന്നില്ലേ? ഞാനിപ്പോൾ AC ക്കെതിരൊന്നും അല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. AC നമ്മൾ വെക്കുന്നില്ലേ? നിങ്ങളുടെ AC പുറന്തള്ളുന്ന ചൂടുണ്ടല്ലോ, അത് നിങ്ങളുടെ അയൽക്കാരൻ്റെ വീടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. നമ്മൾ സുഖമായി AC കിടക്കും. അല്ല, എല്ലാവർക്കും AC ഉണ്ടാവണം. ഞാൻ AC ക്കെതിരല്ല എന്നോട് പറയുന്നു. പക്ഷെ അത് ആലോചിക്കണം, നമുക്ക് ആവശ്യമാണോ എന്ന് ആലോചിക്കണം. ആവശ്യമില്ലെങ്കിൽ വാങ്ങാൻ നിൽക്കില്ല. ഇത് പരിസ്ഥിതിക്ക് പ്രശ്നമാണ്, ഇത് അയൽക്കാരൻ്റെ പ്രശ്നമാണ്. സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ സഹിക്കണം, സഹിക്കാൻ പറ്റാത്ത കേസാണെങ്കിൽ വാങ്ങി വെച്ചു, തടസ്സമല്ല. അത് ഇസ്ലാം നിരാകരിക്കുന്ന സംഗതിയൊന്നുമല്ല. പക്ഷെ റസൂലിൻ്റെ ഈ ഹദീസ് ചേർത്ത് വായിക്കുക: അയൽവാസിൻ്റെ കാറ്റ് തടസ്സപ്പെടുന്ന തരത്തിൽ നിങ്ങൾ വീടുണ്ടാക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൽ നിന്ന് റസൂൽ നൽകിയ കുറേ ഉത്തരവുകളുണ്ട്. ഈ ഉത്തരവുകൾ നേർക്ക് നേരെ നമ്മുടെ ആരാധനകളുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നമ്മൾ അനുഷ്ഠിക്കുകയും
അല്ലാത്തൊക്കെ അത് കിതാബുകളിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മളത് ശ്രദ്ധിക്കുന്നേയില്ല. നമ്മൾ നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുമായി ആരാധനകളുമായി അങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതല്ല, അല്പം കൂടി വളരണം, സമൂഹത്തെക്കുറിച്ച് ചിന്തയുള്ളവരാവണം, ശ്രദ്ധയുള്ളവരാകണം. വ്യക്തിപരമായി മാത്രം ജീവിച്ചാൽ പോരാ, താൻ ഇഷ്ടപ്പെടുന്നത്, തൻ്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെയും നിങ്ങളാരും വിശ്വാസിയാവുകയില്ല എന്ന അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടുന്നൊരു ഹദീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യക്തിപരമായ ജീവിതത്തിൽ എന്നതുപോലെ സാമൂഹികമായ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നടപ്പിലാക്കുന്ന, അതിനുവേണ്ടി പണിയെടുക്കുന്ന, പരിശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളെ അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. കടുത്ത ചൂടാണ് അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ ചൂടൊന്നും താങ്ങാൻ കഴിയില്ല. മഹ്ശറയിലെ ചൂട് ഇതിനേറെ കടുത്തതാണ്. ഈ ചൂടിൽ നിന്നും ആ ചൂടിൽ നിന്നും അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. അള്ളാഹ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പല ആളുകളും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. കാരുണ്യവാനായ അള്ളാഹുവേ, ഷാഫിയായ നാഥ, നീ അവരുടെയൊക്കെ രോഗത്തിന് ശമനം കൊടുക്കണേ അള്ളാഹുവേ. ആയുരാരോഗ്യം നീ അവർക്ക് നൽകണേ അള്ളാഹുവേ, ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ. നീ ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ ഹാജിമാരുണ്ട്, നിന്റെ അതിഥികളായി നിന്റെ വിളിക്കുത്തരം ചെയ്ത് യാത്ര ചെയ്തവർ, യാത്ര ചെയ്യാനിരിക്കുന്നവർ എല്ലാവരെയും നീ അവരുടെ യാത്രയിൽ നീ സംരക്ഷിക്കണേ നാഥ. അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതെ അള്ളാഹുവേ നീ ഹറമിനെയും പരിസര പ്രദേശങ്ങളെയും നീ കാക്കണേ അള്ളാഹുവേ. ലോകത്തിന് സമാധാനം നൽകിയിരിക്കണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله.